നമ്മുടെ തിരുപ്പൂര് യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാണ്. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ തിരുപ്പൂര് പോകണം എന്നുള്ള ചിന്ത വന്നപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കോയമ്പത്തൂർ പോയപ്പോഴും ഈറോഡ് പോയപ്പോഴത്തേക്കും നല്ല പ്ലാനിങ്ങോട് കൂടിയല്ല പോയത്. അത് കാരണം കുറച്ച് ചുറ്റി വലയേണ്ടി വന്നു. പിന്നെ കോയമ്പത്തൂർ പോയപ്പോഴുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ പോയത്. യൂട്യൂബിൽ കണ്ടിട്ട് പോയ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഷോപ്പിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളത് നോർമൽ ഒരു ഷോപ്പ് അവർ പൈസ ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ച കാരണം നല്ല എന്താ പറയുക എടുത്തു പറഞ്ഞ് കാഴ്ചക്കാരെ പറ്റി എനിക്ക് വേണ്ട ബെനിഫിറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു 4-5 അധികം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ സെർച്ച് ആക്കി. ഇതിനൊരു 4 വർഷം മുന്നെയാണ് ഞാൻ പിന്നെ തിരുപ്പൂര് പോയത് തന്നെ. അപ്പം അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അല്ല 4 വർഷത്തിന് ശേഷം പിന്നെ 2 വർഷത്തിന് മുന്നാടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതാണ് 3-ാം തവണയാണ് ഞാൻ തിരുപ്പൂര് പോകുന്നത്. അപ്പോ ആദ്യത്തെ ഷോപ്പിൽ പോയപ്പോ അവർക്ക് ഒരുപാടൊന്നും കാണിക്കാനില്ലായിരുന്നു. കുറച്ച് സ്റ്റോക്ക് മാത്രം കാണിക്കാനുണ്ടെന്ന്. അവരുടെ ഗോഡൗൺ മാനുഫാക്ചറിങ് ആണ് പറഞ്ഞെങ്കിലും അവരുടെ ഗോഡൗൺ ഒന്നും നമ്മളെ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോയി വേറൊരു കടയിലും ചെന്നു. അവിടെയും വേണ്ടത്ര ഇതില് ഒരു നമ്മുടെ കൊല്ലം SPM എന്നൊക്കെ എടുക്കുന്ന ആ ഒരു റേറ്റിലുള്ളതാണ് അവർ കാണിച്ചത്. പിന്നെ വന്നത്